എല്ലാവരും റെഡിയല്ലേ? എന്നാലൊന്ന് ബ്രീത്ത് ഇൻ ചെയ്തേ. നോക്കണ്ട, ബ്രീത്ത് ഇൻ. നയാ പൈസ ചിലവാക്കാതെ നമ്മളൊക്കെ സമാധാനം കിട്ടാൻ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് ഇത്, അല്ലേ? ഒന്ന് ബ്രീത്ത് ഇൻ ചെയ്താൽ നല്ല സമാധാനമാണ് നമുക്ക്. പക്ഷെ ഞാൻ പറയാം, ഇനി അധിക കാലം അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല. വിശ്വസിക്കാൻ തോന്നുന്നില്ല, അല്ലേ? വിശ്വസിക്കണ്ട. പക്ഷേ അധിക നാൾ കാത്തിരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന്. ശരിയാണ്, ഒരിത്തിരി എക്സാജറേറ്റഡ് ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒന്ന് സത്യമാണ്, അത് മാത്രമേ ഇനി നമ്മുടെ നിയന്ത്രണത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതായത് നമ്മുടെ വിരൽ തുമ്പിലുള്ള ബാങ്കിങ് ആപ്പ് മുതൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ബാങ്ക് ബാലൻസ് വരെ ഒരൊറ്റ ക്ലിക്കിൽ ലോക്കാവാൻ പോവുകയാണ്. പറഞ്ഞു വരുന്നത് ഡിജിറ്റൽ ID പ്രിസൺ എന്ന നമ്മുടെ പടിക്കലെത്തിയ ഒരു കെണിയെക്കുറിച്ചാണ്. നവംബർ 8, 2016. അതിനു മുമ്പ് 500, 1000, 2000 എന്നീ നോട്ടുകൾ നമ്മുടെ വിപണിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടന്നിരുന്നു. അത് നാളെ ഒരു ദിവസം നിൽക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് വെറും ഭ്രാന്തായി മാത്രമല്ല അന്ന് കാണുമായിരുന്നു. ഇതിനെയും അങ്ങനെ തന്നെ കണ്ടാൽ മതി. സംഭവിക്കാൻ പോകുന്ന ഒന്ന്. നമ്മൾ എന്ത് കഴിക്കണം, എങ്ങോട്ട് യാത്ര ചെയ്യണം, എത്ര പണം ചിലവഴിക്കണം എന്ന് ഭരണകൂടം തീരുമാനിക്കുന്ന ഒരു അദൃശ്യ ജയിൽ നമുക്ക് ചുറ്റും ഒരുങ്ങുന്നു. നമ്മുടെ അയൽ രാജ്യമായ ചൈനയിലെ സോഷ്യൽ ക്രെഡിറ്റ് സിസ്റ്റം പോലെ ഭരണകൂടത്തെ ചോദ്യം ചെയ്ത് നമ്മളിടുന്ന ഒരു കമൻറ്റ് പോലും നമ്മുടെ CBDC വാലറ്റ് ലോക്ക് ചെയ്യാം. ഭക്ഷണം പോയിട്ട് വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ പോലും കഴിയാതെ നടു റോഡിൽ നിൽക്കാം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കീശയിലെ പണത്തിൻ്റെ അധികാരം പോലും നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന്. ഇതൊക്കെ സിനിമയിൽ മാത്രമേ സംഭവിക്കൂ, റിയൽ ലൈഫിൽ സംഭവിക്കില്ല എന്നാണോ? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞതിലൊരു 70% ചൈനയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഇതിൻ്റെ ആദ്യപടി നമ്മുടെ രാജ്യത്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. നമ്മളെല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റലായി മാറിയ, അല്ലെങ്കിൽ നമ്മളെ ഡിജിറ്റലാക്കി മാറ്റിയ ആ 3 അക്ഷരമുള്ള മഹാമാരി പോലും ഈ പടികളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് മുമ്പിൽ തെളിഞ്ഞു വരുന്ന ആ ഡിജിറ്റൽ ഇരുമ്പഴികളിൽ നിന്നും രക്ഷപ്പെടുക എന്നത് ആർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. പക്ഷേ അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ കഴിയും. കയറിപ്പോരൻ ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. നമുക്കൊന്ന് ചൈനയിലേക്ക് പോവാം. കഥ തുടങ്ങുന്നത് 2014 ചൈനീസ് സെൻട്രൽ ബാങ്ക് ഇലക്ട്രോണിക് ചൈനീസ് യുവാൻ അല്ലെങ്കിൽ ഡിജിറ്റൽ യുവാൻ, അതുമല്ലെങ്കിൽ അവരുടെ ഡിജിറ്റൽ കറൻസി ആരംഭിക്കുന്ന സമയം. അതിൻ്റെ ഭാഗമായി 2016 അവർ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു സംവിധാനം ജനങ്ങൾക്ക് മുമ്പിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരികയാണ്. വർഷം ശ്രദ്ധിക്കണം, 2016. അലിപേ, വിചാറ്റ് പോലുള്ള പ്രൈവറ്റ് കമ്പനികളുടെ കയ്യിൽ നിന്നും സാമ്പത്തിക നിയന്ത്രണം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യം. ചൈനയിൽ പരസ്യമായി വലിയ റോഡ് ഉപരോധ പ്രതിഷേധങ്ങൾ നടക്കുക എന്നത് അസാധ്യമാണ്. അതിന് കാരണം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണരീതി തന്നെയാണ്. എങ്കിലും അന്ന് ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും അതിനെതിരെയുള്ള ഡിജിറ്റൽ പ്രതിഷേധങ്ങളും കടുത്തതായിരുന്നു. പരീക്ഷണം തുടങ്ങിയ സമയത്ത് ട്രാഫിക് റൂൾ തെറ്റിച്ചതിനും ഓൺലൈനിൽ ചെറിയ വിമർശനം ഉന്നയിച്ചതിനും ലക്ഷക്കണക്കിന് ആളുകളുടെ സോഷ്യൽ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞിരുന്നു. ഫലമോ, ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിമാന ടിക്കറ്റുകളും ഹൈസ്പീഡ് ട്രെയിൻ ടിക്കറ്റുകളും നിഷേധിക്കപ്പെട്ടു. അവർക്ക് സ്വന്തം നാട്ടിൽ യാത്ര ചെയ്യാൻ പോലും പറ്റാതെയായി. EMI മുടങ്ങിയവരുടെയും ക്രെഡിറ്റ് സ്കോർ ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞവരുടെയും ഫോട്ടോയും ഐഡിയും എല്ലാം നഗരങ്ങളിലെ വലിയ LED സ്ക്രീനുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. അത് കാരണം മാനസിക പ്രശ്നം അനുഭവിച്ച പലരും ആത്മഹത്യ ചെയ്തതായി പല റിപ്പോർട്ടുകളും പറയുന്നു. ഇതിൽ മാനസിക പീഡനം അനുഭവിച്ച പലരും പ്രതിഷേധിച്ചത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു. അത് ചൈന എന്ന രാജ്യം വിട്ട് പുറത്തു പോയതുമില്ല.
സ്വന്തം ഫോണിലെ ക്യാമറയിലൂടെ ഗവൺമെൻറ് ജനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പല ഡോക്യുമെൻറ്റുകളും പറയുന്നുണ്ട്. സ്വന്തം ഫോണിലെ ഫേസ് റെക്കഗ്നിഷനിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ജനങ്ങൾ മാസ്കും ലേസർ ലൈറ്റുകളും ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം മാനസിക പീഡനം അവർ അനുഭവിച്ചിട്ടുണ്ടാകും എന്ന്. ഇത് അവർ പ്രതിഷേധിച്ചിരുന്നത് വെയ്ബോ എന്ന ചൈനീസ് സോഷ്യൽ മീഡിയ ആപ്പിലൂടെയായിരുന്നു. അതിനുള്ള തെളിവുകളെല്ലാം ഇന്ന് ഇൻ്റർനെറ്റിൽ ലഭ്യവുമാണ്. CBDC, സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി. ഇതൊരു സാധാരണ ഡിജിറ്റൽ കറൻസി അല്ല. ഇതിനെ ഗവൺമെൻറ്റിന് ചില കണ്ടീഷൻസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഡിജിറ്റൽ കറൻസി ഉപയോഗിച്ച് നിങ്ങൾ മാംസം വാങ്ങാൻ പാടില്ല, ഇത് പെട്രോൾ വാങ്ങാൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണ്ടീഷൻ വെച്ചാൽ അതുപയോഗിച്ച് നിങ്ങൾക്ക് ഒരിക്കലും മാംസം വാങ്ങാൻ കഴിയില്ല, പെട്രോൾ മാത്രമേ വാങ്ങാൻ കഴിയൂ. സംഭവിക്കുന്നത് വരെ എല്ലാം കോൺസ്പിറസി തിയറി ആണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ കോൺസ്പിറസി തിയറി ആയിട്ട് മാത്രം കണ്ടാൽ മതി. തിയറി അനുസരിച്ച് അങ്ങനെ നമ്മുടെ ഡിജിറ്റൽ ക്യാഷ് ഗവൺമെൻറ് ലോക്ക് ചെയ്താൽ മാംസം വാങ്ങാൻ നമുക്ക് മുമ്പിൽ വേറെ കുറുക്കു വഴികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ബ്ലാക്ക് മാർക്കറ്റും ബാർട്ടർ സിസ്റ്റവും. ഡിജിറ്റൽ കറൻസി തോൽക്കുന്നിടത്ത് പഴയ ബാർട്ടർ സിസ്റ്റം തിരിച്ചു വരും. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിൽ പെട്രോൾ അടിക്കാനുള്ള ഡിജിറ്റൽ ക്യാഷ് മാത്രമേ ഉള്ളൂ എങ്കിൽ പെട്രോൾ അടിച്ച് അത് ഊറ്റി മാംസം വിൽക്കുന്നവന് കൊടുക്കേണ്ടി വരും. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാത്ത, ഇൻ്റർനെറ്റ് ആവശ്യമില്ലാത്ത, ബ്ലൂടൂത്ത് വഴി കൈമാറാൻ പറ്റുന്ന ലോക്കൽ ഡിജിറ്റൽ ടോക്കണുകളോ ക്രിപ്റ്റോ പോലുള്ള ഡാർക്ക് വെബ് കറൻസികളോ ആളുകൾ രഹസ്യമായി വികസിപ്പിച്ചെടുക്കും എന്നൊരു തിയറി കൂടി ഈ ക്രൈസിസിന് സൊല്യൂഷനായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത ഒരു വമ്പൻ പണിയാണ് കാർബൺ ലിമിറ്റ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പേരിൽ ഓരോ മനുഷ്യനെയും ഡിജിറ്റൽ പ്രസിഡന്റിലാക്കുന്ന ഒരു ബ്രഹ്മാണ്ഡ ലോക്കാണ് കാർബൺ ലിമിറ്റ് അഥവാ കാർബൺ ക്രെഡിറ്റ്. അതായത് നമ്മുടെ ഓരോ നീക്കവും ഭൂമിയിലേക്ക് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കണക്കാക്കുന്ന ഒരു സിസ്റ്റം. ഒരു പൗരന് ഒരു മാസം ഉപയോഗിക്കാവുന്ന കാർബൺ ലിമിറ്റ് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചിരുന്നു. 2028 ശേഷം ഡൽഹിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ മാത്രമേ ഉണ്ടാവൂ, പെട്രോൾ ഡീസൽ വാഹനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന്. അതിനെയും ഞാൻ ഈ പറഞ്ഞ തിയറിയുമായി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ചിലത് കത്തും. നമ്മൾ ഡിജിറ്റൽ ID വഴി വണ്ടിക്ക് പെട്രോൾ അടിക്കുമ്പോൾ, കറണ്ട് ബില്ല് അടയ്ക്കുമ്പോൾ, വിമാന ടിക്കറ്റ് എടുക്കുമ്പോൾ, എന്തിനേറെ 1 കിലോ ബീഫ് വാങ്ങുമ്പോൾ പോലും അതിൽ നിന്നും നമ്മുടെ കാർബൺ പോയിന്റ് കുറയും. ബീഫിന് ഇതിലെന്ത് കാര്യം എന്നാണോ? മാംസം ഉൽപ്പാദനത്തിന് കൂടുതൽ കാർബൺ പുറന്തള്ളുന്നു എന്നാണ് തിയറി പറയുന്നത്. ഐഡിയിലെ കാർബൺ ലിമിറ്റ് മാറ്റിത്തരാൻ നമുക്ക് ബ്ലാക്ക് മാർക്കറ്റിൽ ഹാക്കർമാരെ കണ്ടെത്താൻ സാധിക്കും. അവർക്ക് വൻ തുക കോഴ കൊടുത്ത് നമുക്ക് തന്നെ അത് മാറ്റാനും സാധിക്കും. ഇപ്പോൾ പലരും സിബിൽ സ്കോർ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതായുള്ള വാർത്തകളും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒരു മാസത്തെ നമ്മുടെ കാർബൺ ലിമിറ്റ് കടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, നമ്മുടെ അക്കൗണ്ടിൽ 1 കോടി രൂപയുണ്ടായാലും ശരി, സിസ്റ്റം അതിനെ ബ്ലോക്ക് ചെയ്യും. പിന്നീട് അതുപയോഗിച്ച് നമുക്ക് ഭക്ഷണം വാങ്ങാനോ ദീർഘദൂരം യാത്ര ചെയ്യാനോ ശുദ്ധമായ ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിക്കാനോ പോലും കഴിയില്ല. മറ്റൊരു ഗംഭീര പണിയാണ് എക്സ്പയറി ഡേറ്റഡ് മണി. അതായത് നമ്മുടെ അക്കൗണ്ടിൽ എത്ര കോടി പണം ഉണ്ടായാലും ശരി, അത് ഇത്ര കാലത്തിനുള്ളിൽ ചിലവഴിച്ചില്ല എങ്കിൽ അത് അപ്രത്യക്ഷമായി പോകും. അതായത് ആവശ്യത്തിൽ കൂടുതൽ ആളുകൾ സമ്പാദിക്കാതിരിക്കാനും സമ്പാദിച്ചിട്ടുള്ള പണം തിരിച്ച് വിപണിയിലേക്ക് വരാനും വേണ്ടി ആയിരിക്കാം CBDC ഇങ്ങനൊരു പ്രോസസ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഗവൺമെൻറ് ജനങ്ങളെ ഇങ്ങനെ മാനസികമായി ഉപദ്രവിച്ചാൽ ജനങ്ങൾ എങ്ങനെ പ്രതിഷേധിക്കും? അതിനുള്ള ഒരേ ഒരു വഴി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുക എന്നത് മാത്രമാണ്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ആ പോസ്റ്റ് ഒരു പരിധിയിൽ കൂടുതൽ റീച്ച് പോയാൽ അത് നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ ബാധിക്കും. ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടില്ല, ഹൈ സ്പീഡ് ട്രെയിനിൽ ടിക്കറ്റ് പോലും കിട്ടില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ പോലും കിട്ടില്ല. ഭരണകൂടത്തിന് നമ്മെ ഒരു പൗരനല്ലാതാക്കി മാറ്റാൻ ഒരൊറ്റ ക്ലിക്ക് മതി. ഡിജിറ്റൽ ID റദ്ദാക്കിയാൽ നമ്മൾ സമൂഹത്തിൽ പൂർണ്ണമായും അദൃശ്യനാകും. കാശില്ല, ഐഡന്റിറ്റിയില്ല, നിലനിൽപ്പില്ല. ക്യാമറകളും അൽഗോരിതങ്ങളും നമ്മുടെ ഓരോ ചലനവും നിരീക്ഷിച്ച് തത്സമയം നമുക്ക് പിഴയോ ശിക്ഷയോ ഡിജിറ്റൽ വാലറ്റ് വഴി ഈടാക്കുന്നു. മനുഷ്യ ഇടപെടൽ പോലുമില്ലാത്ത ഒരു ഭരണം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇതിനെ ഒരു കോൺസ്പിറസി തിയറിയായി നിങ്ങൾക്ക് കാണാം. പക്ഷേ വിശദീകരണങ്ങൾ പറയുന്നത് അധികകാലം ഇതങ്ങനെ നിലനിൽക്കില്ല എന്നും ഇതൊരു റിയാലിറ്റിയായി മാറും എന്ന് തന്നെയാണ്.
ഈ CBDC സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ട്രാക്കിംഗ് സിസ്റ്റം അല്ല, അത് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു സിസ്റ്റമാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. അതായത് കള്ളപ്പണം വെളുപ്പിക്കുക, തീവ്രവാദ ഫണ്ടിങ്, ബാങ്കിങ് തട്ടിപ്പ് എന്നിവയിൽ നിന്നെല്ലാം രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സിസ്റ്റം. സെൻട്രൽ ബാങ്ക് CBDC സിസ്റ്റം കൊണ്ടുവരുന്നത് സാധാരണക്കാരുടെ പണം ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പ്രിന്റിംഗ് കോസ്റ്റ് കുറയ്ക്കാനും ഡിജിറ്റൽ ഇടപാടുകൾ സുരക്ഷിതമാക്കാനും വേണ്ടിയാണ് എന്ന് പഠനങ്ങൾ പറയുന്നു. ഈ ഡിജിറ്റൽ സിസ്റ്റം ചൈനീസ് മാർക്കറ്റിൽ വമ്പൻ സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കിയതായാണ് പറയപ്പെടുന്നത്. ഇത് വ്യക്തികളെക്കാൾ കൂടുതൽ പോസിറ്റീവായി ഗുണം ചെയ്തത് ബിസിനസ്സുകൾക്കാണ്. കമ്പനികളെ ABCD എന്നീ കാറ്റഗറിയിലേക്ക് മാറ്റാൻ ഈ ഒരു സിസ്റ്റം സഹായിച്ചു. A ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്താത്ത, നികുതി വെട്ടിപ്പ് നടത്താത്ത കമ്പനികൾ. അവർക്ക് മിനിറ്റുകൾ കൊണ്ട് ലോണുകൾ സക്സസ് ആയതായി പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അത് വിപണിയെ പോസിറ്റീവായി ബാധിക്കുകയും ചെയ്തു. 90% കള്ളത്തരങ്ങൾ ഇതുവഴി ഇല്ലാതാവുകയാണ് ചെയ്തത് എന്ന് പഠനങ്ങൾ പറയുന്നു. കോവിഡ് സമയത്തും അതിന് ശേഷവും നോട്ട് പ്രിന്റ് ചെയ്യുന്ന ചിലവ് ചൈന പൂർണ്ണമായും ഒഴിവാക്കിയതായി പറയുന്നു. 2026 ചൈനയുടെ ഡിജിറ്റൽ യുവാൻ വഴി നടന്ന ഇടപാടുകൾ ഏകദേശം $2.3 ട്രില്യൺ കടന്നതായി പറയുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ലൈവ് ഡിജിറ്റൽ കറൻസി പരീക്ഷണമായി ഇത് മാറി. അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം തകർക്കാൻ ചൈന ഈ ഡിജിറ്റൽ കറൻസിയെ എംബ്രിഡ്ജ് എന്ന സിസ്റ്റം വഴി മറ്റ് രാജ്യങ്ങളുമായുള്ള അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി. അതായത് അതിവേഗത്തിലുള്ള ബോർഡർ ക്രോസിംഗ് പേയ്മെന്റ്സ്. നമ്മുടെ രാജ്യവും ഇതേ പാതയിലൂടെ തന്നെയാണ് പോകുന്നത്. എന്നാൽ ഈ പറഞ്ഞവയെല്ലാം നമ്മുടെ രാജ്യത്ത് സംഭവിക്കുമോ? അറിയില്ല. പക്ഷേ ഈ പറഞ്ഞതിൽ 70% കൂടുതൽ ചൈനയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനുള്ള തെളിവുകൾ അവിടുത്തെ ജനങ്ങളുടെ പ്രൊട്ടസ്റ്റും അവർ സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റുകളും തന്നെയാണ്. പക്ഷേ കോൺസ്പിറസി തിയറികൾ പറയുന്നത് പോലെ ഒരു വ്യക്തിഗത ലോക്കിംഗ് സിസ്റ്റം സംഭവിക്കുമോ? ഇതുവരെ അങ്ങനെ ഒന്ന് ഒരു രാജ്യത്തും നിലവിലില്ല. പക്ഷേ അങ്ങനൊന്ന് വരുമോ എന്നത് കൃത്യമായി പറയാനും കഴിയില്ല. ഇതുപോലെ പറയാൻ സാധിക്കുന്ന മറ്റൊന്നാണ് കാർബൺ ലിമിറ്റ് അഥവാ കാർബൺ ക്രെഡിറ്റ്. ഇങ്ങനൊരു നിയമമുണ്ട്. അത് വൻകിട മാനുഫാക്ചറിങ് കമ്പനികൾക്കുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായി അവരുടെ ഐഡിയയുമായി കണക്ട് ചെയ്ത് ഇങ്ങനൊന്ന് പറയുന്നത് ആളുകളെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു കോൺസ്പിറസി തിയറി മാത്രമാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. അപ്പോഴും ചിന്തിക്കുന്നത് ഒന്ന് മാത്രമാണ്. ഒരിക്കലും നിരോധിക്കാൻ സാധ്യതയില്ല എന്ന് നമ്മൾ കരുതിയ ഒന്ന് ഒരു ദിവസം രാത്രി 8 മണിക്ക് നിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോഴുണ്ടായ ഒരു ഞെട്ടലുണ്ട്. ഏതാണ്ട് അതുപോലൊരു ഞെട്ടൽ ഇങ്ങനൊന്ന് വരുമ്പോഴും സംഭവിക്കാം. അതിനുള്ള സാധ്യത പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കാനുള്ളതും നല്ലതിന് എന്ന് കരുതാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.